മുജാഹിദ് സംഘടനയിലെ മെമ്പർമാരെക്കാൾ എത്രയോ ഇരട്ടി ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ചില കാര്യങ്ങളോട് യോജിക്കുന്നവരുണ്ട്, ചില കാര്യങ്ങൾ നന്ദി എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ ഈ മതപ്രവർത്തനങ്ങൾ കൊള്ളാം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. നിങ്ങളുടെ ജുമാ ഖുത്ബകൾ നന്ന്, ഞാൻ അവിടെയാണ് ജുമാക്ക് വരുന്നത് എന്ന് പറയുന്നവരുണ്ട്. മറ്റു കാര്യത്തിൽ അവർക്ക് താല്പര്യമൊന്നുമില്ല. സ്ത്രീധനത്തിനും ആർഭാടത്തിനും ആഭരണഭ്രമത്തിനും എതിരെ നിങ്ങൾ നടത്തുന്ന പോരാട്ടം ഞങ്ങളുടെ കൂടെ സഹകരണം ഉണ്ടാകും അതിന് എന്ന് നമ്മോട് പറഞ്ഞ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമുണ്ട്. അവർക്ക് അതിൽ സഹകരിക്കാം. കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദത്തിന്റെ ചില തുടക്കമുണ്ടായ സന്ദർഭത്തിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് മതം തീവ്രവാദത്തിനെതിരെ എന്ന ക്യാമ്പയിൻ നടത്തിയപ്പോൾ ഇതാവശ്യമാണ് എന്ന് പറഞ്ഞ് നമ്മോട് സഹായിച്ച എത്രയോ ആളുകളുണ്ട്. അവരിലും മുജാഹിദ് പ്രവർത്തകരും അല്ലാത്തവരും മുസ്ലിങ്ങളും അല്ലാത്തവരുമുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് നാട്ടിന് നന്മയായ ഒരു പ്രകാശകിരണമായി ഉയർന്നു നിൽക്കേണ്ട ഒരു പ്രസ്ഥാനമാണിത്. ഇതാർക്കെങ്കിലും എതിരിലോ ആരോടെങ്കിലും തർക്കിക്കാനോ ആരെങ്കിലും തൃപ്തിപ്പെടുത്താനോ ആരെങ്കിലോ പരാജയപ്പെടുത്താനോ ഉള്ളതല്ല. നമുക്ക് നമ്മുടേതായ ഒരു രീതിയും ഒരു മാർഗവും അതനുസരിച്ചുള്ള പദ്ധതികളുമാണ് ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നേരത്തെ അറിയിച്ച പോലെ തന്നെ നമ്മൾ ഈ ISM സമ്മേളനത്തിന്റെ സമാപനത്തോടുകൂടി പുതിയ പ്രവർത്തനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഫൈദാ ഫറഗ്ത ഫൻസബ് നമുക്കറിയാവുന്നതാണ്. ISMന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. ഇനി ഈ മാസം തന്നെ ഈ 22-ാം തീയതിയും 24-ാം തീയതിയും നമ്മൾ മലപ്പുറത്തും കോഴിക്കോട്ടും വെച്ച് നടത്തുന്ന കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ക്യാമ്പയിനും പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി സർക്കാരും നിയമജ്ഞരും നിയമപാലകരും ഭരണാധികാരികളും പൊതുജനങ്ങളും എന്ത് ചെയ്യണം എന്നതിനുള്ള വിളംബരവും അതിനുള്ള ആഹ്വാനവും വലിയ സമ്മേളനങ്ങളായി നമ്മൾ നടത്താൻ പോവുകയാണ്. വിശ്രമിക്കാൻ കഴിയുമെന്ന് ആരും വിചാരിക്കേണ്ട. ആർക്കും വിശ്രമിക്കാൻ അവസരമുണ്ടാവില്ല. വിശ്രമം ഇൻഷാ അല്ലാഹ് പണിയെടുത്ത് നമ്മൾ അവസാനമെത്തുമ്പോൾ മരണശേഷം സ്വർഗത്തിൽ ലഭിക്കുമെന്നാണ് നമ്മോട് ദീൻ പഠിച്ച ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുവരെയും പണിയെടുക്കാനാണ്. ഒരു സത്യവിശ്വാസി മരിക്കുന്നത് അവന്റെ നെറ്റിയിലുള്ള വിയർപ്പ് തുള്ളിയോടുകൂടിയായിരിക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇടക്കാലത്ത് പ്രതിസന്ധിയുണ്ടായി. ആ പ്രതിസന്ധി ഉണ്ടായി എന്ന് വിചാരിച്ച് അങ്ങോട്ട് കാലാകാലവും അതുമായി കെട്ടിക്കടിഞ്ഞ് നിൽക്കാൻ നമുക്ക് നേരമില്ല, നമുക്കതിന് മനസ്സുമില്ല. ആ പ്രശ്നങ്ങൾ പറഞ്ഞുകൊടുത്തു. മനസ്സിലാകുന്നവർക്ക് മനസ്സിലായി, ചിലർ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് വിചാരിച്ചു, ചിലർക്കൊരിക്കലും മനസ്സിലാവാതിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നത് തൗഹീദിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനം, ഇതുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് ഇത് എന്ന്. നമ്മൾ ഈ നടത്തുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു ഇസ്ലാമിക സമ്മേളനം നടക്കുന്നത് ആദ്യമാണ്. തൃശ്ശൂരിൽ ഈ സമ്മേളനം വിജയിപ്പിച്ചതാരാ? തൃശ്ശൂരിലെ മുസ്ലിം ജനസംഖ്യ എത്രയാ? തൃശ്ശൂരിലെ മുജാഹിദുകളുടെ പ്രാതിനിധ്യം എത്രയാ? വളരെ കുറച്ചാണ്. ഇതിവിടെ വിജയിപ്പിച്ചത് ഈ നാട്ടുകാരാണ്. വളരെ കൂടുതൽ ക്രൈസ്തവ സമൂഹങ്ങളുണ്ട് ഈ പ്രദേശത്ത്. ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് ഹൈന്ദവ ആരാധനാലയങ്ങളുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രങ്ങൾ ഈ ചുറ്റുവട്ടത്താണുള്ളത്. ഇവിടെ വിവിധ മതക്കാരും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകളുമുണ്ട്. എല്ലാവരും ഇവിടെ വന്നു നേതാക്കന്മാരെ കണ്ടു, പ്രവർത്തകരെ കണ്ടു, നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവരൊക്കെ പറയുന്നത് നിങ്ങൾ ഈ പ്രവർത്തനവുമായി കൂടുതൽ മുന്നോട്ട് പോകണമെന്നാണ്. എന്താ കാരണം? ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹു എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചതമ്പുരാനെ കുറിച്ചാണ്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും ഒരു പടച്ചവനാണുള്ളത്. പച്ച മലയാളത്തിൽ പടച്ചതമ്പുരാനെന്ന് വിവേചനമില്ലാതെ എല്ലാവരും പറയുന്ന ദൈവം, ഈശ്വരൻ, അള്ളാഹു, അവൻ ഏകനാണ്. മുസ്ലിങ്ങൾക്കൊരു ദൈവം, ഹിന്ദുക്കൾക്ക് മറ്റൊരു ദൈവം, ക്രിസ്ത്യാനികൾക്ക് വേറെ ദൈവം എന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെയും ആരാധനാലയങ്ങളുടെയും പേരിൽ നമ്മുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടായത്. ഉണ്ടാകാൻ പാടില്ലായിരുന്നുവല്ലോ, ഉണ്ടാകാൻ പാടില്ലായിരുന്നു. കാരണം ദൈവം കാരുണ്യവാനാണ്, തർക്കമുണ്ടോ? ദൈവം വാത്സല്യനിധിയാണ്, തർക്കമുണ്ടോ? ദൈവം എല്ലാ മനുഷ്യരോടും സ്നേഹമുള്ളവനാണ്, തർക്കമുണ്ടോ? ഇല്ലല്ലോ.
മനുഷ്യരുടെ എല്ലാവരുടെയും ആദ്യ പിതാവ് ഒരുത്തനാണ്, ഒരാളാണ്. ആദ്യത്തെ മാതാവ് ഒരാളാണ്. എല്ലാ മനുഷ്യരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. ആ ഒരു ആശയത്തിന് ഖുർആനിലും ബൈബിളിലും അതുപോലെ ഭാരതീയ ദർശനങ്ങളിലുമൊക്കെ അതിന് തെളിവുകളുണ്ട്. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഒന്നിച്ചംഗീകരിക്കാവുന്ന കുറെ തത്വങ്ങളുണ്ട്. അഭിപ്രായ സമന്വയമുള്ള കാര്യങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസമുള്ള കുറെ കാര്യങ്ങൾ അതുമുണ്ട്. എല്ലാം ഒന്നാണ് എന്നർത്ഥമില്ല. മതങ്ങളെല്ലാം പടച്ചവനിൽ നിന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരിലൂടെ വന്നതാണ്. അങ്ങനെയാണ് ഏതെങ്കിലും ഒരു മതം എന്ന് നമുക്കൊരു ചരിത്രമുണ്ടെങ്കിൽ ആ മതത്തിന്റെ അടിസ്ഥാനം ദൈവികമാണ് എന്നതുകൊണ്ട് തന്നെ അതാണ് ഇസ്ലാം എന്ന് നാം കാണുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകനായി മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് മോസസിനെ ഒരു പ്രവാചകനായി മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നത്. മാത്രമല്ല ഖുർആൻ പറഞ്ഞത് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, പ്രവാചകന്മാർക്കിടയിൽ നമുക്കൊരു വിവേചനവുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ കൊണ്ടുവന്ന ആദർശത്തിന്റെ അടിത്തറയൊന്നാണ്, പ്രവാചകന്മാർ പഠിപ്പിച്ച സന്ദേശവുമെന്നാണ്. ഇന്ത്യയുടെ ബഹുസ്വരതയിൽ വ്യത്യസ്ത മതങ്ങളും ജാതികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉപജാതികളും ഭാഷകളും നിറങ്ങളും സംസ്കാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ രാജ്യത്ത് ഇന്ന് മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണ്. മുസ്ലിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്നോ, ഹിന്ദുക്കൾക്ക് സമാധാനം ഉണ്ടാകണമെന്നോ, ക്രിസ്ത്യാനികൾക്ക് സമാധാനം ഉണ്ടാകണമെന്നോ, കോൺഗ്രസുകാർക്ക് സമാധാനം ഉണ്ടാകണമെന്നോ, കമ്മ്യൂണിസ്റ്റുകാർക്കോ മറ്റേതെങ്കിലും പ്രസ്ഥാനം രാഷ്ട്രീയക്കാർക്കോ സമാധാനം ഉണ്ടാകണമെന്നോ ആരെങ്കിലും സങ്കുചിതമായി ആഗ്രഹിച്ചാൽ അവർക്കിവിടെ സമാധാനം ഉണ്ടാക്കാൻ സാധ്യമല്ല. കാരണം ഈ ലോകത്ത് ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിലുള്ളവരല്ല. നമ്മൾ ഇന്ന് തൃശ്ശൂരിന്റെ ഹൃദയത്തിൽ ഇവിടെ സമ്മേളനം നടത്തുന്നു. എങ്ങനെയായി സമ്മേളനം നടക്കുന്നത്? ഈ തൃശ്ശൂരിൽ സമാധാനമുള്ളത് കൊണ്ടാണ്. സമാധാനമില്ലാത്ത പ്രദേശങ്ങളിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, സ്കൂളുകളിൽ കുട്ടികളെ അയക്കാൻ കഴിയില്ല, കടകൾ തുറന്നു വെക്കാൻ കഴിയില്ല, റോട്ടിലൂടെ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മതപരമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വ്യാവസായികമായും വാണിജ്യപരമായുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിലച്ച് മനുഷ്യർ ഭയവിഹ്വലരായി കഴിയുന്ന ഒരവസ്ഥ രാജ്യത്തുണ്ടാകും. അപ്പോൾ സമാധാനം എന്നത് പടച്ചവന്റെ ഒരു ആദർശം തന്നെയാണ്. അള്ളാഹുവിന്റെ ഒരു നാമം സമാധാനം എന്നാണ്. പടച്ചവന് ഒരുപാട് ഗുണനാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹ്ക്ക് ഒരുപാട് ഗുണനാമങ്ങളുണ്ട്. നിങ്ങൾ ആ നാമങ്ങൾ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറ, ആ നാമങ്ങൾ വിളിച്ചുകൊണ്ട്. അതിലൊന്ന് അല്ലാഹു സലാം എന്നതാണ്. അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനം, നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നിന്നിലേക്കാണ് ശാന്തി. പടച്ചവനെ ഞങ്ങളെ എല്ലാവരെയും ശാന്തി മാർഗത്തിൽ നീ ജീവിപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ശാന്തി മുസ്ലിമിന്റെ മാത്രം ശാന്തിയല്ല, ആ ശാന്തി ഹിന്ദുവിന്റെ മാത്രം ശാന്തിയല്ല, ലോകത്തിന് മുഴുവൻ ശാന്തി എന്നതാണ്, ലോകത്തിന് മുഴുവൻ സമാധാനം എന്നതാണ്. അതുകൊണ്ട് തന്നെ തീവ്രവാദങ്ങൾ, അതുപോലെ ഭീകരവാദങ്ങൾ, വർഗീയവാദങ്ങൾ അത് മതമല്ല എന്ന് പറയാൻ മതവിശ്വാസികളെ പാകപ്പെടുത്തണം. വർഗീയത മതമല്ല എന്ന് പറയാൻ, മതം വർഗീയതയല്ല എന്ന് പറയാൻ, മതത്തിന്റെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കുന്നവൻ മതത്തോട് ദ്രോഹം ചെയ്യുന്നു എന്ന് പറയാൻ, അത് എത്ര അടുത്ത സുഹൃത്തായാലും അവൻ ചെയ്യുന്നത് അക്രമമാണെന്ന് പറയാൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ രംഗത്ത് വരുന്നു. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു അനുഗ്രഹം, ഒരു ബർക്കത്ത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടവെട്ടിയ ഒരു പ്രസ്ഥാനമാണ് നമ്മൾ. ഒഴുക്കിനെതിരിലാണ് നീന്തുന്നത്. അത് പ്രയാസം തന്നെയാ. ഒഴുക്കിന്റെ കൂടെ നിൽക്കാൻ നല്ല സുഖമാ, ഒരു പണിയുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ല, ഒട്ടേറെ ആളുകൾ ഒഴുക്കിനെതിരെ നിൽക്കാൻ വയ്യ. ഞാൻ ഉദ്യോഗസ്ഥനാ, ഞാന് ഒരു അധ്യാപകനാ, ഞാനൊരു വ്യവസായിയാ, അല്ല ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെപ്പോലെ പ്രവർത്തിക്കാൻ വയ്യ, എന്തെങ്കിലും സ്വകാര്യമായിട്ടൊക്കെ സഹായിക്കാം എന്ന് പറയുന്നവരുണ്ട്. അവർ ഒഴുക്കിൽ ഒഴുകിപ്പോകുന്ന ചപ്പുചവറുകളാണ്. അവർക്ക് സ്ഥിരതയുണ്ടാവില്ല, അവർക്ക് സ്വയം നിൽക്കാൻ കഴിയില്ല, എതിരിൽ നീന്താനും കഴിയില്ല. അങ്ങനത്തെ ചപ്പുചവറുകളും കുമിളകളുമല്ല നമ്മൾ യുവാക്കളിൽ നിന്ന് ഈ സമൂഹത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നത്.